നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സ്റ്റേറ്റ് അപ്രൈസർ യൂണിയൻ സംസ്ഥാന സമ്മേളനം പയ്യന്നൂരിൽ തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാലിക്കടവിൽ തുടക്കമായി. സാംസ്കാരിക ദേശീയതയ്ക്കുമേൽ മതദേശീയത അടിച്ചേൽപ്പിക്കുകയാണ് പുതിയ ഇന്ത്യൻ ഭരണകൂടം ചെയ്യുന്നതെന്ന് ഇടതുപക്ഷ ചിന്തകൻ ഡോക്ടർ PJ വിൻസെന്റ്. പച്ചക്കറി ഉൽപാദനം വർദ്ധിക്കുമ്പോഴും നെല്ലിന്റെയും നാളികേരത്തിന്റെയും ഉൽപാദനം കുത്തനെ കുറയുകയാണ് കേരളത്തിൽ. പെരുമ്പട്ട പാലം പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കും. ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് അപ്രൈസർ യൂണിയൻ സംസ്ഥാന സമ്മേളനം പയ്യന്നൂർ മയൂര ഓഡിറ്റോറിയത്തിൽ നടന്നു. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതായത് ഭരണപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ഉപരിപ്ലവമാക്കുക എന്ന് മാത്രമല്ല, അത് സമൂഹത്തിൻ്റെ എല്ലാ പ്രതലങ്ങളിലും അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന സത്യസന്ധമായ നീതിയുക്തമായ ഇച്ഛാശക്തിയുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായിരിക്കും. അത് തീർച്ചയായും നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഏതെങ്കിലും നിലയിലല്ലെങ്കിലും ഒരു തലത്തിൽ സ്വാന്തനപ്പെടുത്തുന്ന, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമീപനമായാണ് പൊതുവായി ഗവൺമെൻറ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശ്രീകൃഷ്ണൻ MLA സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. CITU കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് PV കുഞ്ഞപ്പൻ സ്മരണിക പ്രകാശനം നിർവഹിച്ചു. പ്രമോദ് മട്ടന്നൂർ അനുശോചന പ്രമേയവും സെക്രട്ടറി VP വിനോദൻ പ്രവർത്തന റിപ്പോർട്ടും VK പ്രകാശൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഭൈലോ ഭേദഗതി KP കരുണാകരൻ നിർവഹിച്ചു. സ്വാഗത സംഘം രക്ഷാധികാരി അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, AK ബാലകൃഷ്ണൻ, AP നാരായണൻ, KV ബാബു, ഉണ്ണികൃഷ്ണൻ, മണിരാജ്, PV ദാസൻ, ശ്രീകാന്ത് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാലിക്കടവിൽ തുടക്കമായി. ജെയിംസ് മാത്യു MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം തിങ്കളാഴ്ച സമാപിക്കും. നിരക്ഷരർ മാത്രമല്ല, പാർപ്പിടമില്ലാത്തവരെടുക്കുക. 80% അവിടെയും ഹൈന്ദവ സമൂഹമാണ്. പട്ടിണിക്കാരെടുക്കുക, ഇതുതന്നെയാണ് തോന്നും. ഏതെങ്കിലും ഒരു പിന്നോക്കാവസ്ഥയിൽ വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് P ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA K കുഞ്ഞിരാമൻ, മുൻ ജില്ലാ രക്ഷാധികാരി MV കോമൻ നമ്പ്യാർ, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ബെന്നി ഇമ്മട്ടി സംഘടനാ റിപ്പോർട്ടും രാഘവൻ വെളുത്തോളി പ്രവർത്തന റിപ്പോർട്ടും K മോഹനൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കലും ചർച്ചയും നടന്നു. സമാപന ദിവസമായ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് പടുവളം കേന്ദ്രീകരിച്ച് പൊതുപ്രകടനവും തുടർന്ന് കാലിക്കടവിൽ ONV കുറുപ്പ് നഗറിൽ പൊതുസമ്മേളനവും നടക്കും. മുൻ MLA MV ജയരാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ EMS പഠന കേന്ദ്രം ദേശം, ദേശീയത, ദേശസ്നേഹം എന്ന വിഷയത്തെ അധികരിച്ച് പയ്യന്നൂർ ട്രേഡ് സെന്ററിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഇടതുപക്ഷ ചിന്തകൻ ഡോക്ടർ PJ വിൻസെന്റ് മുഖ്യപ്രഭാഷണം നടത്തി. അതുവരെ മാസ് വിചാരിച്ചിരുന്നത് വർഗരഹിത സമൂഹം എന്നത് ഒരു സങ്കല്പം മാത്രമാണ്, മനുഷ്യന്റെ ചരിത്രാനുഭവമല്ല എന്നാണ്. അതേസമയം മോർഗന്റെ പഠനം തെളിയിച്ചത് മനുഷ്യൻ വർഗ സമൂഹത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് പരമാവധി ഒരു 10,000 വർഷമേ ആയിട്ടുള്ളൂ. ഹിന്ദുത്വം മുന്നോട്ട് വയ്ക്കുന്ന ഫാസിസ്റ്റ് സാംസ്കാരിക ദേശീയതയെ മതേതര സാംസ്കാരിക ദേശീയത കൊണ്ട് പ്രതിരോധിക്കുക എന്നതാണ് വർത്തമാനകാലത്തെ രാജ്യസ്നേഹികളുടെ പ്രധാന കർത്തവ്യം. സാമ്രാജ്യത്വ വിരുദ്ധവും കോളനി വിരുദ്ധവുമായ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ ദേശീയത ഉരുവം കൊണ്ടത്. വർത്തമാനകാലത്ത് ഒരു ബ്രാഹ്മണിക് ഹൈന്ദവ ദേശീയത ജനങ്ങളിലേക്ക് അതിശക്തമായി തന്നെ അടിച്ചേൽപ്പിക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. ഇതിന് വഴങ്ങാത്തവരെ ദേശദ്രോഹികളെന്ന് മുദ്രകുത്തുന്നു. ബഹുമത, ബഹുദേശ, ബഹുഭാഷാ രാജ്യമായ ഇന്ത്യ പല ഖണ്ഡങ്ങളായി ശിഥിലമാകാതിരിക്കാൻ ദേശസ്നേഹികൾ കരുതിയിരിക്കണമെന്ന് പ്രഭാഷണത്തിൽ PJ വിൻസെന്റ് അഭിപ്രായപ്പെട്ടു. KP സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. R മുരളീധരൻ സ്വാഗതവും PKV അശോകൻ നന്ദിയും പറഞ്ഞു. ഇന്ദിര ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടിന്റെ ഉദ്ഘാടനം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയെന്നാരോപിച്ച് കാങ്കോലിൽ DYFI പോസ്റ്റർ പതിച്ചു. തങ്ങളുടെ അറിവോ അനുവാദമോ ഇല്ലാതെയാണ് ഉദ്ഘാടനം നടത്തിയതെന്ന വാദവുമായി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരും രംഗത്തെത്തി.
ഇന്ദിര ആവാസ് യോജന ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2014-15 സാമ്പത്തിക വർഷത്തിൽ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ കാങ്കോൽ വായനശാലയ്ക്ക് സമീപത്തെ എം സീനത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ ഉദ്ഘാടനമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയതെന്നാരോപിച്ച് പോസ്റ്റർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ അറിവോ അനുവാദമോ ഇല്ലാതെയാണ് ഉദ്ഘാടനമെന്ന് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി സത്യപാലൻ അറിയിച്ചു. ഭവന നിർമ്മാണത്തിന് 2 ലക്ഷം രൂപയും കക്കൂസ് നിർമ്മാണത്തിന് 12,500 രൂപയും തൊഴിലുറപ്പ് പദ്ധതിയിൽ 14,000 രൂപയും സീനത്തിന് അനുവദിച്ചിരുന്നു. നിർമ്മാണം പൂർത്തിയാക്കി 2015 ഡിസംബറിൽ അവസാന ഗഡു കൈപ്പറ്റിയിട്ടുമുണ്ട്. ഇത്തരം ഭവന നിർമ്മാണത്തിന് സന്നദ്ധ സംഘടനകളും വ്യക്തികളും സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. ഇത് അഭിനന്ദനാർഹവുമാണ്. എന്നാൽ മുസ്ലിം ലീഗ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീടിന്റെ ഉദ്ഘാടനം നടന്നത്. ലീഗ് നിർമ്മിച്ച വീടാണെന്ന തരത്തിൽ പ്രചാരണം നടത്തിയത് അപഹാസ്യകരമാണെന്ന് പോസ്റ്ററിൽ പറയുന്നു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഭവന പദ്ധതി വഴി ഏതാണ്ട് 3 ലക്ഷം രൂപയോളം കിട്ടിയ ഒരു വീടാണ് ഈ വീട്. ആ വീടാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ കൈയടക്കിയിരിക്കുന്നത്. അവർ ഈ വീട് ബൈത്തുൽ റഹിമ എന്ന പേരിലാണ് ഇവിടെ തങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പോകുന്നത്. ഇത്തരം വീടുകളിൽ ഇന്ദിര ആവാസ് യോജന പദ്ധതിയിൽ നിർമ്മിച്ച വീടാണെന്ന ബോർഡ് നിയമപരമായി വയ്ക്കേണ്ടതാണ്. വീടിന്റെ ഉദ്ഘാടനമോ താക്കോൽദാനമോ നടത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുമാണ്. ഇതൊന്നുമല്ലാതെ ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയത് കടുത്ത പ്രതിഷേധമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇത്തരം നീക്കത്തിൽ നിന്ന് ഗുണഭോക്താക്കൾ പിന്മാറണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു. പ്രശ്നത്തെ തുടർന്ന് ഉദ്ഘാടകനായ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പെരുമ്പട്ട പാലം പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് തൃക്കരിപ്പൂർ MLA എം രാജഗോപാൽ. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജനകീയ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തവണ വിശദീകരണത്തിലൊന്നും ഞാൻ പോയില്ല. ഇത്തവണ നമ്മുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ പെരുമ്പട്ട പാലവും നമ്മുടെ മണ്ഡലത്തിൽപ്പെടുന്ന പാലങ്ങളുടെ കൂട്ടത്തിൽ പെരുമ്പട്ട മുനീറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന യോഗത്തിൽ വെസ്റ്റേളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസീത രാജൻ അധ്യക്ഷയായിരുന്നു. കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശകുന്തള, വെസ്റ്റേളേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അപ്പുക്കുട്ടൻ, ജോസ് പതാലിൽ, KP നാരായണൻ, TP അബ്ദുൽ കരീം ഹാജി, PK ലത്തീഫ്, അനൂപ് പുങ്ങോട്ട്, MC സലാം ഹാജി, സുഭാഷ് അറുകര എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി TP അബ്ദുൽ കരീം ഹാജി ചെയർമാനും KP നാരായണൻ കൺവീനറും MC സലാം ഹാജി ട്രഷററുമായുള്ള സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. കാര്യംകോട് പുഴയ്ക്ക് കുറുകെ പെരുമ്പട്ടയിൽ നിർമ്മിക്കുന്ന പാലം വെസ്റ്റേളേരി പഞ്ചായത്തിനെയും ചീമേനി പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. നെല്ലിന്റെയും നാളികേരത്തിന്റെയും ഉൽപാദനം കുത്തനെ കുറഞ്ഞു. പച്ചക്കറി ഉൽപാദനത്തിൽ വൻ വർധന. ഇക്കോണമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റെ പുതിയ കണക്ക് പ്രകാരം കാർഷിക മേഖലയുടെ വളർച്ച താഴേക്ക്. കാർഷിക കേരളത്തിന്റെ മുഖമുദ്രയായിരുന്ന നാളികേര കൃഷിയും നെൽകൃഷിയും പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കൃഷികളുടെ ഗ്രാഫ് താഴേക്കാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ നാളികേര കൃഷിയാണ് അപ്രത്യക്ഷമായത്. 553.6 കോടി തേങ്ങ ഉൽപ്പാദിപ്പിച്ചിരുന്നിടത്ത് കഴിഞ്ഞ കൊല്ലം ലഭിച്ചത് 4.90 കോടി നാളികേരമാണെന്നാണ് കണക്കുകൾ പറയുന്നത്. സംസ്ഥാനത്ത് അരിയുടെ ഉൽപ്പാദനവും നന്നേ കുറഞ്ഞു വരികയാണ്. നാളികേര നെൽകൃഷിയിൽ വിവിധ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും ഈ മേഖലയിൽ കർഷകരെ പിടിച്ചു നിർത്താൻ പര്യാപ്തമാകുന്നില്ല. എന്നാൽ പച്ചക്കറിയുടെ ഉൽപ്പാദനം കുത്തനെ വർദ്ധിച്ചു. കുടുംബശ്രീ സംഘങ്ങൾ, അടുക്കളത്തോട്ടങ്ങൾ, സ്കൂൾ, പൊതുസ്ഥലങ്ങൾ, മട്ടുപ്പാവ് തുടങ്ങിയവ നന്നായി ഉപയോഗപ്പെടുത്തിയായിരുന്നു പച്ചക്കറി കൃഷി വ്യാപിപ്പിച്ചത്. വിഷരഹിത പച്ചക്കറി എന്ന ആശയത്തിന് പ്രചാരമേറിയതും പച്ചക്കറിയുടെ ഉൽപ്പാദനത്തെ സഹായിച്ചു. ഈ മട്ടിലുള്ള സമീപനമാണ് നെല്ലിന്റെയും നാളികേര കൃഷിയുടെയും കാര്യത്തിൽ വേണ്ടതെന്നാണ് പൊതുവെയുള്ള ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. BJP പ്രവർത്തകന്റെ ഓട്ടോറിക്ഷ കത്തിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മത്സരാർത്ഥിയും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായ പിലിക്കോട് ഓത്തുകുന്നിലെ രഞ്ജിത്തിന്റെ ഓട്ടോയാണ് കഴിഞ്ഞ ദിവസം രാത്രി അഗ്നിക്കിരയാക്കിയത്. ശനിയാഴ്ച രാത്രി 10 മണിക്കാണ് വലിയ ശബ്ദത്തോടെ ഓട്ടോറിക്ഷ കത്തുന്നതായി വീട്ടുകാർ കണ്ടത്. പിലിക്കോട് ഓത്തുകുന്നിലെ VM രഞ്ജിത്തിന്റെ KL60 B5162 റിക്ഷയാണ് അഗ്നിക്കിരയാക്കിയത്. പിലിക്കോട് GUP സ്കൂൾ പരിസരത്തെ BMS പ്രവർത്തകന്റെ വീട്ടിൽ ഓട്ടോറിക്ഷ നിർത്തിയിട്ട് കോഴിക്കോട് നടക്കുന്ന പ്രധാനമന്ത്രിയുടെ പരിപാടിയിലേക്ക് പോയതായിരുന്നു രഞ്ജിത്ത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിയ നിലയിലാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിലിക്കോട് പഞ്ചായത്തിലെ 12ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിരുന്നു ഇദ്ദേഹം. കത്തിച്ച ഓട്ടോറിക്ഷയ്ക്ക് സമീപത്തു നിന്നും നൂല് വരിഞ്ഞു കെട്ടിയ ഗുണ്ട് ചന്ദേര പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവത്തെ തുടർന്ന്
പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാവിക അക്കാദമിക്ക് ചീമേനിയിൽ 400 ഏക്കർ ഭൂമി പതിച്ചു നൽകുന്നു. വില്ലേജ് അധികൃതർ സ്ഥലത്തിന്റെ ഭൂരേഖ ജില്ലാ ഭരണകൂടത്തിന് കൈമാറി. ഏഴിമല നാവിക അക്കാദമിയിൽ ജോലി ചെയ്യുന്ന സിവിലിയൻ ഉദ്യോഗസ്ഥർക്ക് ക്വാർട്ടേഴ്സ് പണിയുവാനാണ് ചീമേനിയിൽ 400 ഏക്കർ ഭൂമി പതിച്ചു നൽകുന്നത്. ചീമേനി തുറന്ന ജയിലിനു സമീപത്തുള്ള സ്ഥലമാണ് പതിച്ചു നൽകുന്നത്. നേരത്തെ തന്നെ ഈ ആവശ്യമുയർന്നിരുന്നു. ഇപ്പോൾ ഇതിന് വീണ്ടും ജീവൻ വെച്ചിരിക്കുകയാണ്. ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൈമാറി. 3000-ൽ-അധികം ഏക്കർ റവന്യൂ ഭൂമി ഉണ്ടായിരുന്നു ചീമേനി വില്ലേജിൽ. ഇതിൽ 1500-ൽ പരം ഏക്കർ വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷന് ലീസിന് കൊടുത്തിരിക്കുകയാണ്. ബാക്കിയുള്ള ഭൂമിയിൽ 308 ഏക്കർ ചീമേനി തുറന്ന ജയിലിനും 100 ഏക്കർ IT പാർക്കിനും പതിച്ചു നൽകി കഴിഞ്ഞു. ഇതിനു പുറമെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഭൂരഹിതർക്ക് 3 സെന്റ് ഭൂമി പതിച്ചു നൽകുന്ന പദ്ധതിക്കായി 60 ഏക്കറോളം ഭൂമിയും പ്ലോട്ടായി തിരിച്ചിട്ടു. ഇതിനു പുറമെയാണ് ഇപ്പോൾ വീണ്ടും ഭൂമി പതിച്ചു നൽകുവാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ചീമേനിയിലെ റവന്യൂ ഭൂമി തന്നെ വൈകാതെ ഇല്ലാതാകും. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ബാലസംഘം പെരളം സൗത്ത് വില്ലേജ് സമ്മേളനം കൊഴുമ്പൽ പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. ബാലസംഘം മാടായി ഏരിയ സെക്രട്ടറി PV ശിവശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം പെരളം സൗത്ത് വില്ലേജ് സമ്മേളനം കൊഴുമ്പൽ പൊതുജന വായനശാല ഓഡിറ്റോറിയത്തിൽ നടന്നു. ബാലസംഘം മാടായി ഏരിയ സെക്രട്ടറി PV ശിവശങ്കരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. കണ്ണൂർ ജില്ലയിലെ പഴയ ചെറുക്കൽ താലൂക്കിലെ കല്യാശ്ശേരിയിൽ ബാലസംഘം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. എന്തിനാണ് ബാലസംഘം രൂപീകരിച്ചത്? എന്തിനാണ് ബാലസംഘം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്? എന്തിനാ? കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി പോരാടാൻ, പിന്നെയോ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. പോരാ. വില്ലേജ് പ്രസിഡന്റ് അർജുൻ RK അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ K ശശിധരൻ, E അനീഷ്, K ദാമോദരൻ മാസ്റ്റർ, ബിബിൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയണമെന്ന് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. കുട്ടികളുടെ സമാന്തര വിദ്യാഭ്യാസ പ്രസ്ഥാനമായ ബാലസംഘത്തിന്റെ ചെറുവത്തൂർ ഏരിയ സമ്മേളനം ഉദനൂർ സെൻട്രൽ AUP സ്കൂളിൽ പ്രത്യേകം സജ്ജമാക്കിയ PVS കടമ്പേരി നഗറിൽ നടന്നു. ഏരിയ പ്രസിഡന്റ് നിന്മി K ചന്ദ്രൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. തുടർന്ന് കയ്യനി കുഞ്ഞിക്കണ്ണൻ, V കുഞ്ഞിരാമൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി MV രതീഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ഉണ്ണിമായ, വൈസ് പ്രസിഡന്റ് ഷിബിൻ, ജില്ലാ ജോയിന്റ് കൺവീനർ VP ജാനകി, M സുമേഷ് എന്നിവർ സംസാരിച്ചു. 13 വില്ലേജുകളിൽ നിന്നായി 270 കുട്ടികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്ലായിക്കോട്, കയ്യൂർ ഈസ്റ്റ്, തുരുത്തി ഈസ്റ്റ്, ചെറുവത്തൂർ ഈസ്റ്റ്, ചീമേനി, തിമിരി, പടന്ന, ഉദനൂർ വെസ്റ്റ് എന്നീ വില്ലേജുകളിലെ ബാലസംഘം പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പ്രതിനിധികളായത്. ഏരിയ പ്രസിഡന്റ് MT സിദ്ധാർത്ഥൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K രാജൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാൻസർ രോഗബാധിതനായ വിദ്യാർത്ഥിയുടെ ചികിത്സാ ചിലവിലേക്ക് സഹായധനം വിതരണം ചെയ്തു. തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വിദ്യാർത്ഥിയുടെ പിതാവ് P രാജീവിന് തുക കൈമാറി. അതിൻ്റെ മൂല്യത്തെക്കാൾ എത്രയോ വലുതാണ്, സാങ്കേതിക മൂല്യത്തെക്കാൾ വലുതാണ് ഇതിൻ്റെ മൂല്യം. ആ സഹായം ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലെ നാനാഭാഗങ്ങൾ. സഹായം നിധികളുണ്ടാകുന്നു, സഹായിക്കുന്നു, അവയവദാനം ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പ്രദേശപ്രക്കായ കാര്യം ഓർമ്മിക്കുകയാണ്. 14 വയസ്സുകാരനായ പ്രിൻസിപ്പൽ KK ജയപ്രകാശ്, P ഷിജിത്ത്, U ബാബു ഗോപിനാഥ്, KV രാമചന്ദ്രൻ, P ജയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാദ്യരംഗത്ത് വേറിട്ട താളമേളങ്ങളുമായി കൊട്ടിക്കയറുകയാണ് കണ്ടോത്ത് പാട്യം കലാസമിതിയുടെ 22 കലാകാരികൾ. 6 മാസത്തെ ശിക്ഷണത്തിലൂടെ ഇവർ നേടിയത് ശാസ്ത്രീയമേളത്തിലും ശിങ്കാരിമേളത്തിലുമുള്ള പരിജ്ഞാനമാണ്. ചെമ്പട, ചെമ്പത്തീരി, ത്രിപുട തുടങ്ങി വിവിധ താളങ്ങൾ, 6 കാലത്തിലെ നിരവധി മേളങ്ങൾ എല്ലാം സ്വായത്തമാക്കി കണ്ടോത്തെ 22 കലാകാരികൾ. കണ്ടോത്ത് പാട്യം ഗോപാലൻ സ്മാരക കലാസമിതി വനിതാവേദിയാണ്
വനിതകൾക്കായി ചെണ്ടമേളത്തിൽ പരിശീലനം സംഘടിപ്പിച്ചത്. 10 വയസ്സുള്ള കുട്ടി മുതൽ 61 വയസ്സുള്ള വീട്ടമ്മ വരെയുണ്ട് കൂട്ടത്തിൽ. 6 മാസത്തെ തീവ്ര പരിശീലനത്തിലൂടെ 52 ചുവടുകൾ സ്വായത്തമാക്കി കഴിഞ്ഞു. 1 മണിക്കൂർ 20 മിനിറ്റ് ദൈർഘ്യമുള്ള മേളത്തിന്റെ ഫ്യൂഷൻ തന്നെ ഒരുക്കിയിരിക്കുകയാണിപ്പോൾ. രാജീവൻ കണ്ടോത്ത്, ജയേഷ് കുണ്ടേങ്കോവൽ എന്നിവരാണ് ചെണ്ടയുടെ പരിശീലകർ. ചെണ്ടയുടെ അനന്തസാധ്യതകൾ തേടി അത്തരം അറിവുകൾ സ്വായത്തമാക്കുക എന്നതും ഈ കലാകാരികളും പാഠ്യം കലാസമിതിയും ലക്ഷ്യം വെക്കുന്നുണ്ട്. സംഘത്തിലെ TV ലീജ, പ്രജീഷ എന്നിവർ പറയുന്നത് തന്നെ കേൾക്കാം. 10 വയസ്സ് മുതൽ 62 വയസ്സ് വരെയുള്ള വനിതകളാണ് പങ്കെടുക്കുന്നത്. കണ്ടോത്ത് രാജുവേട്ടൻ്റെയും ജയേഷേട്ടൻ്റെയും ശിക്ഷണത്തിലാണ് ഞങ്ങൾ ശിങ്കാരിമേളം അഭ്യസിച്ചത്. കൂടെ തന്നെ ശാസ്ത്രീയ മേളവും അഭ്യസിക്കുന്നുണ്ട്. അടുത്ത മാസം തന്നെ ശാസ്ത്രീയ മേളം അരങ്ങേറ്റവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അതിനൊരു സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ കലാസമിതിയിലുള്ള നല്ല ആൾക്കാരും അതുപോലെ തന്നെ ഞങ്ങളുടെ ഗുരുവായ രാജീവണ്ണനും ജയേഷേട്ടൻ പിന്നെ അജേഷ് ഇവരുടെ ഒരു ടീമും പിന്നെ നമ്മുടെ ഒരു കൂട്ടായ്മയും കൊണ്ടാണ് ഇത്ര പോരെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത്. 6 മാസം എന്ന് പറയുന്നത് ഞങ്ങൾ 3 മേളവും ഈ ശിങ്കാരി മേളവും നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത് ഇവരുടെ ഒരു നല്ലൊരു ശിക്ഷണത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സെപ്റ്റംബർ 27 ചൊവ്വാഴ്ച കണ്ടോത്ത് നടക്കുന്ന പാഠ്യം അനുസ്മരണ സമ്മേളനത്തിലാണ് ശിങ്കാരിമേളത്തിന്റെ തുടക്കക്കൊട്ട് നടക്കുക. ഈ മേളസംഘം പഞ്ചാരിമേളം കൂടി പഠിച്ചു വരുന്നുണ്ട്. വനിതകൾ ശാസ്ത്രീയ മേളത്തിൽ പരിശീലനം നേടി അവതരിപ്പിക്കുന്നുവെന്ന അപൂർവത ആസ്വദിക്കാൻ കാത്തിരിക്കുകയാണ് കണ്ടോത്തെ ദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. തൃക്കരിപ്പൂർ റോട്ടറിയുടെയും തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി കൗമാര ബോധവൽക്കരണ ക്ലാസ് നടത്തി. റോട്ടറി സ്റ്റേറ്റ് ചെയർമാൻ വി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന കൗമാര ബോധവൽക്കരണ ക്ലാസ്സിൽ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്തു. തൃക്കരിപ്പൂർ റോട്ടറിയും കോളേജ് NSS യൂണിറ്റും സംയുക്തമായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. വിവിധതരം ആകുലതകൾ കടിമപ്പെടുന്ന കൗമാരപ്രായകാലത്ത് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അവസരമൊരുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവയർനെസ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റോട്ടറി സ്റ്റേറ്റ് ചെയർമാൻ വി മുസ്തഫ പറഞ്ഞു. തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് CH അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ CN ബാലകൃഷ്ണൻ നമ്പ്യാർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. റോട്ടറി ഭാരവാഹികളും കോളേജ് അധികൃതരും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അഖില കേരള ബാലജനസഖ്യം പയ്യന്നൂർ യൂണിയൻ മുൻകാല പ്രവർത്തകർ ഒരുക്കിയ ഒരുമ 2016 പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടന്നു. സതീഷ് ബാബു പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. എനിക്കതാണ് ഓർമ്മിക്കാനുള്ളത്. മാഷിനെ കുറിച്ച് നേരത്തെ എല്ലാവരും പറഞ്ഞു, ഇവിടുത്തെ നാഷണൽ പ്രസ്, അവിടെ ആ പ്രസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാംസ്കാരിക ആ സ്ഥലത്തിൻ്റെ ഒരു അടയാളം കൂടിയായിരുന്നു. മാസ്റ്റർ പ്രസ് മാഷയുടെ ഹെഡ് മാഷായിരിക്കുന്ന സമയത്ത് AO ഓഫീസ് അവിടെയാണ്. 4 നൂറ്റാണ്ടോളം ബാലജനസഖ്യം പയ്യന്നൂർ യൂണിയൻ രക്ഷാധികാരി, അധ്യാപന രംഗത്തെ മികവുറ്റ ദീർഘകാല സേവനം തുടങ്ങി നിരവധി രംഗങ്ങളിൽ പ്രവർത്തിച്ച കുഞ്ഞിമംഗലം വിജയൻ മാസ്റ്ററെ ബാലജനസഖ്യം പയ്യന്നൂർ യൂണിയനിലെ മുൻകാല പ്രവർത്തകരും കുടുംബാംഗങ്ങളും സുഹൃത്ത് സമൂഹവും ചേർന്ന് ആദരിച്ചു. ഒപ്പം മുൻകാല പ്രവർത്തകരുടെ കുടുംബസംഗമവും നടന്നു. ഒരുമ 2016 എന്ന പേരിൽ നടന്ന പരിപാടി സതീഷ് ബാബു പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു. PU രാജൻ അധ്യക്ഷത വഹിച്ചു. സുരേഷ് പൊതുവാൾ ആദരഭാഷണം നടത്തി. TP ഭാസ്കര പൊതുവാൾ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. PU ബാബു സ്വാഗതം ആശംസിച്ചു. സുരേഷ് ബാബു ശ്രീസ്ത ആചാര്യവന്ദനം നടത്തി. VN എരിപുരം അഡ്വക്കേറ്റ് KK കുഞ്ഞികൃഷ്ണൻ, പുറന്തോടത്ത് ഗംഗാധരൻ, TR നാഥ്, പ്രദീപ് കുമാർ കണ്ണഞ്ചേരി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന സ്നേഹസല്ലാപത്തിൽ നിരവധി പേർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ പീസ് ഇന്റർനാഷണൽ സ്കൂളും ഗ്രാമപഞ്ചായത്ത് ജനകീയ പാലിയേറ്റീവ് കെയർ യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാൻസർ നിവാരണ ബോധവൽക്കരണ ക്ലാസ്സിൽ ഡോക്ടർ സുരേഷ് റാവു ക്ലാസ് എടുത്തു. ക്യാൻസർ നിവാരണ ദിനവുമായി ബന്ധപ്പെട്ട് ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണോ എന്ന വിഷയത്തിൽ ക്യാൻസർ നിവാരണ ബോധവൽക്കരണ ക്ലാസ് നടത്തി. റേഡിയേഷൻ ഓങ്കോളജി സ്പെഷ്യലിസ്റ്റും ഡിപ്പാർട്ട്മെന്റ് ചീഫുമായ ഡോക്ടർ സുരേഷ് റാവു ക്ലാസ് എടുത്തു. He never told me, doctor, you make money and give it to me. He has invested with closing his eyes. And nobody came forward. So first I would like to thank you, sir, because of people like you. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ പാലിയേറ്റീവ് കെയർ ചെയർമാൻ VK ബാവിയുടെ അധ്യക്ഷതയിൽ
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP ഫൗസിയ ഉദ്ഘാടനം ചെയ്തു. സംയമ പ്രകൃതി ചികിത്സാലയത്തിലെ ഡോക്ടർ മനു, അസ്രുദ്ദീൻ, PK സുലൈമാൻ അബൂബക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂൾ ഹെഡ് അമീൻ അഹമ്മദ് സ്വാഗതവും ജനകീയ പാലിയേറ്റീവ് കെയർ കൺവീനർ EV ദാമോദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുരോഗമന കലാസാഹിത്യ സംഘം പയ്യന്നൂർ മേഖലാ സമ്മേളനം വെള്ളൂർ ചന്ദൻകുഞ്ഞ് സ്മാരക ഹാളിൽ നടന്നു. നാരായണൻ കാവുമ്പായി ഉദ്ഘാടനം ചെയ്തു. അത് മികച്ച കലാസൃഷ്ടിയായി മാറുള്ളൂ, അത് സൗന്ദര്യമുള്ള ഒന്നായി മാറുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജില്ലാ പ്രസിഡന്റ് MK മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തി. മനുഷ്യപക്ഷത്തെ ആകുലതകളും സംഘർഷങ്ങളും പ്രതിബദ്ധതയോടെ ആവിഷ്കരിക്കുമ്പോഴാണ് സാഹിത്യവും കലയും അർത്ഥവത്താകുന്നതെന്ന് MK മനോഹരൻ പറഞ്ഞു. ഗംഗാധരൻ കരിവള്ളൂർ അധ്യക്ഷനായി. P അപ്പുക്കുട്ടൻ മാസ്റ്റർ, പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ, പൊന്നിൻ ചന്ദ്രൻ, K ശിവകുമാർ, KV സുധാകരൻ, KV പ്രശാന്ത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. കാഞ്ഞങ്ങാട് വെങ്കടരമണ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട ഹനുമാൻ വിഗ്രഹവുമായുള്ള രഥയാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് വെങ്കടരമണ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട കാശി മഠാധിപതി സുധീന്ദ്രതീർത്ഥസ്വാമിയുടെ സമാധിസ്ഥലത്ത് പ്രതിഷ്ഠിക്കുന്ന ഹനുമാൻ വിഗ്രഹവുമായുള്ള ഹനുമാൻ രഥയാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും അകമ്പടിയോടുകൂടിയാണ് സ്വീകരണം ഒരുക്കിയത്. തായ്നേരി വെള്ളാരങ്ങര ഭഗവതി ക്ഷേത്രത്തിനടുത്തുള്ള പവിത്രഭൂമിയിൽ നിന്നും ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ തായ്നേരി സൂര്യസന്നിധിയിലെത്തി. ചടങ്ങിൽ ഗുരുദത്ത കമ്മത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU സൗത്ത് തൃക്കരിപ്പൂർ ഡിവിഷൻ സമ്മേളനം PV രാമകൃഷ്ണൻ നഗറിൽ നടന്നു. രാജേഷ് കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. നാരായണഗുരുവിന്റെ ദർശനം, എന്നാൽ ആശയങ്ങൾ പോലും ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം ഞങ്ങൾ എന്താണോ നിശ്ചയിക്കുന്നത് അതുപ്രകാരം നടത്തിയാൽ മതിയെന്ന് സംഘപരിവാര ശക്തികൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കാലം. അതുകൊണ്ട് എഴുത്തുകാർക്ക് ഏരിയ സെക്രട്ടറി NV സുകുമാരൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ P കണ്ണൻ, NV ബാലകൃഷ്ണൻ, MV ലക്ഷ്മണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. C ശശിധരൻ അധ്യക്ഷനായ ചടങ്ങിൽ TV കുഞ്ഞികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് പയ്യന്നൂർ MRCH സ്കൂളിൽ ഓണാഘോഷം നടത്തി. ഓണക്കൂട്ടായ്മ 2016 C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഈ വർഷത്തെ ഓണാഘോഷം MRCH സ്കൂളിൽ നടന്നു. ഓണക്കൂട്ടായ്മ 2016 എന്ന പേരിൽ നടന്ന ഓണാഘോഷം C കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. റൂറൽ ബാങ്ക് പ്രസിഡന്റ് EP കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി UV ശശീന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. TI മധുസൂദനൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. MRCH ഡയറക്ടർ ഡോക്ടർ VC രവീന്ദ്രൻ ഉപഹാരം ഏറ്റുവാങ്ങി. PV കുഞ്ഞപ്പൻ, M സഞ്ജീവൻ, MK ഷമീമ, K കൃഷ്ണൻ മാസ്റ്റർ, A ശോഭ, M സുനിൽകുമാർ, TV ചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് MRCHലെ കുട്ടികളുടെയും ബാങ്ക് ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികളും ഓണസദ്യയും നടന്നു. കാറമേൽ റെഡ് സ്റ്റാർ കോൽക്കളി അരങ്ങേറ്റം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ ഉദ്ഘാടനം ചെയ്തു. 12 വയസ്സ് മുതൽ 62 വയസ്സുവരെയുള്ള വനിതകളാണ് കോൽക്കളി അവതരിപ്പിച്ചത്. PP ശ്രീകുമാർ, ഹരി അന്നൂർ എന്നിവരായിരുന്നു പരിശീലകർ. നേരമായി നേരമായി പുത്തൻ പുലരിതൻ, നേരമായി നേരമായി പുത്തൻ പുലരിതൻ, പേരുരുളൊച്ചകൾ കേൾക്കയായി. നേരമായി നേരമായി പുത്തൻ പുലരിതൻ, പേരുരുളൊച്ചകൾ കേൾക്കയായി. കുറ്റൂർ ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രം നാഗസ്ഥാനത്ത് അപരാധ പ്രാർത്ഥനയും ബാലാലയ പ്രതിഷ്ഠയും നടന്നു. കുറ്റൂർ ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ നാഗസ്ഥാനം നവീകരണത്തിന്റെ ഭാഗമായി നാഗസ്ഥാനത്ത് അപരാധ പ്രാർത്ഥനയും ബാലാല പ്രതിഷ്ഠയും ഗണപതി ഹോമവും നാഗപൂജയും ബ്രഹ്മശ്രീ നെല്ലിയോട്ട് വിഷ്ണു നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലിയും നടന്നു.
എരമം നോർത്ത് ചമ്മഞ്ചേരി പുതിയ വീട് കുടുംബസംഗമം പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്നു. CP രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇനി മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാലമോഷണ കേസിൽ പിടിയിലായ ഇതര സംസ്ഥാന യുവതിയെ വൻ തുക കൊടുത്ത് ജാമ്യത്തിലിറക്കി. ആരാണ് ഇത്തരം സംഘങ്ങൾക്ക് പിറകിൽ? പ്രേക്ഷക പ്രതികരണങ്ങൾ. ഈ ഗോവിന്ദച്ചാമി അടക്കമുള്ള ആൾക്കാർക്ക് വേണ്ടി വളരെ ഉയർന്ന ഫീസുകൾ നൽകി കോടതിയിൽ വാദിക്കുന്ന വക്കീലന്മാരെ ഏർപ്പെടുത്തുവാനും കഴിഞ്ഞ ദിവസം ഒരു മാലപൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഉന്നതനായ ഒരു വക്കീൽ കോടതിയിൽ ഹാജരായി ജാമ്യം എടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഗോവിന്ദച്ചാമി കേസ് അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വക്കീലന്മാരും അത് ഉന്നത വ്യക്തികളുമായിട്ട് ഇവർക്കുള്ള ബന്ധം ഏത് രീതിയിലാണ് വരുന്നതെന്നും ഇവരാരാണ് സഹായിക്കുന്നത് എന്നുള്ള കാര്യം കൂടി അധികാരികൾ അന്വേഷിക്കണമെന്നും അത്തരക്കാരെ സമൂഹത്തിൽ എല്ലായിടത്തും എല്ലാ അവസരങ്ങളിലും ഒറ്റപ്പെടുത്തണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ സാമ്പത്തികമായിട്ട് ശക്തമായ ഈ മൂലധന ശക്തികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. അപ്പം അവരെ കണ്ടെത്തിയിട്ട് ഗവൺമെൻറ് കൃത്യമായും അവരുടെ പേരിൽ നടപടിയെടുക്കാൻ വേണ്ടുന്ന ഇതാണ് ചെയ്യേണ്ടത്. ഈ കാര്യത്തിൽ ഇതിന് പുറകിലുള്ള ഒരു വലിയൊരു മാഫിയൻ്റെ ഇൻവോൾവ്മെൻറ്റിനെ പറ്റിയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു മാഫിയേൻ്റെ എടുക്കുന്ന ഇതുപോലെ ഒരുപാട് പ്രതിഫലം ലക്ഷക്കണക്കിന് ഈ ജാമ്യ തുകയേക്കാളും വലിയ ഒരു എമൗണ്ട് അയാൾക്ക് പ്രതിഫലം കിട്ടുന്നത് കൊണ്ടാവാം ഇത്രയും ദൂരത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് കാസർഗോഡ് വരെ അയാൾ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ ഈ ഒരു മാലപൊട്ടിക്കൽ കേസിൽ ആ ഒരു സ്ത്രീ ജാമ്യത്തിലിറക്കാൻ ഉണ്ടായ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇതിന് ഇരയാകുന്നത് പാവപ്പെട്ട ഒട്ടും ഒരു സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരാണ് ഇതിനു വേണ്ടി ഇരയായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഈ അഡ്വക്കേറ്റുമാർ പോയില്ല ഒരുപാട് നമ്മളെ നിയമം കാത്തു രക്ഷിക്കേണ്ട ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നിയമലംഘനമാണ് ഇത്. എന്താ പറയുക, ഈ മാല പൊട്ടിക്കലിന് പോലെയുള്ള സംഭവം ഇനിയും ചാവരിച്ച് വരാൻ കാരണം ഇതുപോലെ നാടോടി സ്ത്രീകളെയും ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരുപാട് മാഫിയകളുണ്ട്. അവർ ചുമതലപ്പെടുന്ന ഇതുപോലത്തെ ഒരുപാട് അഡ്വക്കേറ്റുമാരുണ്ട്, നിയമപാലകരുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ, എന്നെ പോലെ ഒരാൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവർ പരമാവധി ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ ഒരു സംഭവത്തിൻ്റെ ബേസിലെങ്കിലും പോലീസ് ഇതിനെ കുറിച്ച് ശരിക്കും ഒരു നല്ലൊരു അന്വേഷണം നടത്തണമെന്ന് ഒരു പബ്ലിക് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സ്റ്റേറ്റ് അപ്രൈസർ യൂണിയൻ സംസ്ഥാന സമ്മേളനം പയ്യന്നൂരിൽ തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാലിക്കടവിൽ തുടക്കമായി. സാംസ്കാരിക ദേശീയതയ്ക്കുമേൽ മതദേശീയത അടിച്ചേൽപ്പിക്കുകയാണ് പുതിയ ഇന്ത്യൻ ഭരണകൂടം ചെയ്യുന്നതെന്ന് ഇടതുപക്ഷ ചിന്തകൻ ഡോക്ടർ PJ വിൻസെന്റ്. പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിക്കുമ്പോഴും നെല്ലിന്റെയും നാളികേരത്തിന്റെയും ഉൽപ്പാദനം കുത്തനെ കുറയുകയാണ് കേരളത്തിൽ. പെരുമ്പട്ട പാലം പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കും. ജനകീയ കമ്മിറ്റി രൂപീകരിച്ചു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.